സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഫോറക്സ് ട്രേഡിംഗിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നും എത്ര വലിയ മാർക്കറ്റാണ് ഇതെന്നും എങ്ങനെയാണ് ഇവിടെ പ്രൈസ് വേരി ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പോയി അല്ലേ. സോ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്, എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്, നമ്മൾ റിയൽ ടൈമായിട്ട് നടന്നിട്ടുള്ള കുറെ ന്യൂസുകളെ കുറിച്ചും ആ ന്യൂസ് എങ്ങനെ മാർക്കറ്റിനെ അഫക്ട് ചെയ്തെന്നും നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എപ്പോഴൊക്കെയാണ് നമ്മളുടെ ന്യൂസുകൾ വരുന്നതെന്നും ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിൽ മൂന്നാമത്തെ വീഡിയോയിൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ഇനിഷ്യൽ പാർട്ട്, ഒരു എന്താ പറയാ, അതിന്റെ ഒരു ബേസിക്സ് നമ്മൾ പഠിച്ചു പോയി. ഒരു ചാർട്ട് എങ്ങനെ നോക്കണം, കാൻഡിൽ സ്റ്റിക്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയും ചെയ്തു. നാലാമത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മളൊരു ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യാമെന്നും ആ ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിലൊരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നാലാമത്തെ വീഡിയോയിൽ പഠിച്ചെങ്കിൽ അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിച്ചു പോവുകയും ചെയ്തു അല്ലെ. സോ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ആറാമത്തെ വീഡിയോയിൽ, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യമേ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മുന്നേ ഉള്ള 5 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ട് വരിക. ഇല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടുപോയാൽ മതിയാവും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിനകത്ത് ഇക്വിറ്റി എന്താണ്, മാർജിൻ എന്താണ്, മാർജിൻ പെർസെന്റേജ് എന്താണ്, ഫ്രീ മാർജിൻ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിപ്പ് എന്താണ്, പിപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യും. അതിനുശേഷം ഞാൻ USD/JPY എന്ന് പറയുന്ന കറൻസിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഗോൾഡിൽ XAUUSD എന്ന് പറയുന്ന പേര് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ട കുറച്ച് റൂൾസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നതും ഉണ്ടാവും. ഓക്കെ, സോ അതിനുശേഷം വളരെ ബേസിക് ആയിട്ടുള്ള ട്രേഡിങ്ങിനകത്ത് കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എനിവേസ്, മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കൂടെ പറഞ്ഞു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇക്വിറ്റി? നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മെറ്റാട്രേഡർ 5ൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വിറ്റി എന്നൊരു സംഭവം കാണാം അല്ലെ, ബാലൻസിന്റെ തൊട്ട് താഴെയായിട്ട് ഇക്വിറ്റി എന്ന് കാണാം. സോ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ഒരു ട്രേഡ് എടുത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ, ലൈവായിട്ട്. സോ അതിന് മുന്നേയായിട്ട് ജസ്റ്റ് അതിന്റെ തിയറി പാർട്ട് ഒന്ന് പറഞ്ഞു പോകാം. തിയറി എത്രമാത്രം മനസ്സിലാവും എനിക്ക് അറിയില്ല. സോ ഇക്വിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ് മൈനസ് ഫ്ലോട്ടിംഗ് ലോസ്. അതായത് നമ്മൾ ഒരു $1000 അക്കൗണ്ട് ആണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മളൊരു $10 പ്രോഫിറ്റിലാണ് എങ്കിൽ, ഓക്കെ, സോ നമ്മുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1010 ആയിരിക്കും. അതായത് ബാലൻസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ നേരെ മറിച്ച് നമ്മളൊരു $1000 അക്കൗണ്ട് ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു $10 ലോസിലാണ് എങ്കിൽ നമ്മളുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 990 ആയിരിക്കും. അതായത് ബാലൻസ് മൈനസ് ലോസ് ആയിരിക്കും. ഓക്കെ, സോ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് 1000 ആണ്, ഓപ്പൺ ട്രേഡിൽ പ്രോഫിറ്റ് $50 ആണ് എങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 1050 ആണ്. ഓക്കെ, നേരെ മറിച്ച് $50 ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? 950 ആയിരിക്കും ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഷോസ് യുവർ റിയൽ ടൈം അക്കൗണ്ട് വാല്യൂ എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇനി നമുക്ക് മാർജിൻ ഉണ്ട്, മാർജിൻ പെർസെന്റേജ് ഉണ്ട്. എന്താണ് മാർജിൻ? ദ എമൗണ്ട് ലോക്ക്ഡ് ബൈ ദ ബ്രോക്കർ ടു കീപ് യുവർ ട്രേഡ് ഓപ്പൺ. ഓക്കെ, സോ അതായത് നമ്മളൊരു $1000 ഉള്ള ഒരു അക്കൗണ്ടിൽ നമ്മളൊരു 0.1 ലോട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ മാർജിൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാണിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ ആക്ച്വലി ആ ട്രേഡിലോട്ട് ഇട്ടത്. ഓക്കെ, സോ അത് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് ദ മണി റിമൈനിങ്, ഇറ്റ്സ് ദ മണി ബീൻ യൂസ്ഡ്. നിങ്ങൾ യൂസ് ചെയ്ത പൈസയാണ് ആക്ച്വലി എന്ത്, മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ അടുത്ത എന്താ പറയുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രേഡ് എടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓരോ ലോട്ട് സൈസിനനുസരിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക മാർജിൻ മാറും, അതേപോലെ തന്നെ ഫ്രീ മാർജിനും മാറും. എന്താണ് ഫ്രീ മാർജിൻ? ഇക്വിറ്റി മൈനസ് യൂസ്ഡ് മാർജിൻ ആണ് ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതായത് ഫ്രീ മാർജിന്റെ എന്താ പറയുക മീനിങ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനി എത്രമാത്രം പൈസ ഉണ്ട് ട്രേഡിലോട്ട് ഇടാൻ എന്നുള്ളതാണ് ഫ്രീ മാർജിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? നമ്മളുടെ ബാലൻസ് പ്ലസ്
ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബാലൻസ് മൈനസ് ഫ്ലോട്ടിംഗ് ലോസ് അല്ലെ. സോ ഇക്വിറ്റി മൈനസ് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ആ ട്രേഡിനകത്ത് ഇട്ടത്, അതാണ് ഫ്രീ മാർജിൻ. നമുക്ക് ഇനി എത്ര രൂപയും കൂടെ ഉണ്ട് ഇനി ഒരു ട്രേഡ് എടുക്കാൻ എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നേരെ മാർജിൻ പെർസെന്റേജ് എന്താ വെച്ചാൽ ഇക്വിറ്റി ഡിവൈഡഡ് ബൈ യൂസ്ഡ് മാർജിൻ ഇൻറ്റു 100. ഓക്കെ, സോ ഈ മാർജിൻ പെർസെന്റേജ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനുമല്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ മാർജിൻ പെർസെന്റേജിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മളൊരു അതിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച്, ഓക്കെ, കുറയുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ഒരു 100% താഴെ പോയാൽ യുവർ അക്കൗണ്ട് വിൽ ബി ഇൻ ഡേഞ്ചർ എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക, അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് എന്താ പറയുക നമ്മളുടെ ലോസ് ആയാലും അത് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഞാൻ നമ്മളുടെ റിയൽ ട്രേഡിംഗ്, ഓക്കെ, സോ ഞാൻ എൻ്റെ ഫോണിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് മാർജിൻ എന്നും നമ്മൾ ഓരോ ട്രേഡ് എടുത്ത് 0.1 ലോട്ടിലും ഒക്കെ ഗോൾഡിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്തെ എത്രയായിരിക്കും മാർജിൻ, എത്രയായിരിക്കും ഫ്രീ മാർജിൻ, എത്രയാണ് ഇക്വിറ്റി, ഓക്കെ, എങ്ങനെയാണ് മാർജിൻ പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കും. അതേപോലെ തന്നെ JPYയിലും USD JPYയിലും GBP USDയിലും യൂറോ USDയിലും ഒക്കെ നമ്മൾ ട്രേഡ് എടുത്ത് ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരികയും ചെയ്യാം. സോ നമുക്ക് മാർജിൻ, അതേപോലെ തന്നെ ഇക്വിറ്റി മാർജിൻ, അതേപോലെ മാർജിൻ പെർസെൻറ്റേജ് എങ്ങനെ നമുക്ക് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, എങ്ങനെ ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം റിയൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു 0.1 ലോട്ടിൽ ഞാനൊരു ഗോൾഡിന്റെ ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, സോ ഇത് എടുത്തപ്പോൾ നമുക്ക് കാണാം ബാലൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, മാർജിൻ ഉണ്ട്, ഫ്രീ മാർജിൻ ഉണ്ട്, മാർജിൻ പെർസെൻറ്റേജ് ഉണ്ട് അല്ലെ. സോ ബാലൻസ് എന്ന് പറഞ്ഞാൽ 25,035 ആയിരുന്നു ബാലൻസ്. ഇക്വിറ്റി ഇപ്പോൾ 25,025 അതായത് ബാലൻസ് മൈനസ് ലോസ്. ഓക്കെ, ലോസ് ഇപ്പോൾ എത്രയാണ് 10-13 കിടക്കുന്നത് അല്ലേ. അപ്പം ബാലൻസ് മൈനസ് ലോസ് ആണ് ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മാർജിൻ എന്താണെന്ന് വെച്ചാൽ 407 മാർജിൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്രമാത്രം പൈസയാണ് ഒരു ട്രേഡിലോട്ട് ഇട്ടത് എന്നുള്ളതാണ് മാർജിൻ. ഒരു ലോട്ട് എടുത്തിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ $4,074. ഓക്കെ, സോ $4,074 ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിലോട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്, ഒരു ലോട്ട് ഗോൾഡ് വാങ്ങാനായിട്ട്. ഓക്കെ, സോ ഫ്രീ മാർജിൻ എന്താ വെച്ചാൽ എന്താണ് ഫ്രീ മാർജിൻ? ഇക്വിറ്റി മൈനസ് മാർജിനെയാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ മാർജിൻ എത്രയുണ്ട്? 20,970. അത് മാറിക്കൊണ്ടിരിക്കുക. സോ ഇക്വിറ്റി മൈനസ് മാർജിൻ ആണ് ഫ്രീ മാർജിൻ. അതിന്റെ മീനിങ് എന്താണ്? ഇനി ബാക്കി എത്രയും കൂടെ പൈസയുണ്ട് നമുക്ക് ട്രേഡിലോട്ട് ഇടാനായിട്ട്, എത്രയുണ്ട് എന്നുള്ളതാണ് ഫ്രീ മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പിന്നീട് ഇവിടെ നമുക്ക് മാർജിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ കാണാം അല്ലേ. സോ മാർജിൻ പെർസെൻറ്റേജ് എന്താണ്? ഇക്വിറ്റി ഡിവൈഡഡ് ബൈ മാർജിൻ ഇൻറ്റു 100 ആണ് നമ്മളുടെ മാർജിൻ പെർസെൻറ്റേജ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം റിസ്ക് ആണ് നമ്മളുടെ അക്കൗണ്ട് എന്നുള്ളതാണ് മാർജിൻ പെർസെൻറ്റേജ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. സോ മാർജിൻ പെർസെൻറ്റേജ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും 100 കുറയാനായിട്ട് 100% കുറയാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിലെല്ലാം ഇട്ട് നോക്കുക. നിങ്ങൾ ഒരു ലോട്ട് അല്ലെങ്കിൽ 0.1 ലോട്ട് ഒക്കെ ഇടുമ്പോൾ എത്രയാണ് മാർജിൻ, എത്രയാണ് ഫ്രീ മാർജിൻ, എത്രയാണ് മാർജിൻ പെർസെൻറ്റേജ് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ JPY എടുത്തു. JPY എടുക്കാൻ നേരത്ത് വേറൊരു മാർജിനാണ്. മാർജിൻ $1,000 മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഒരു ലോട്ടിൽ $1,000 മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലെ. സോ നമുക്ക് ഓരോ പേഴ്സിലും നമ്മൾ ഒരു ലോട്ട് അല്ലെങ്കിൽ 0.1 ലോട്ടൊക്കെ ഇടുന്ന സമയത്ത് ഓരോ പേഴ്സിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് GBP USD എടുത്ത് നോക്കാം അല്ലെ. സോ ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ ഇനി നേരെ GBP USD എടുക്കാൻ പോവുകയാണ്. സോ GBP USDയിൽ നമ്മൾ നോക്കുമ്പോൾ USD JPY തന്നെ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, USD JPYയിൽ 0.1 ലോട്ട് ഇട്ടപ്പോൾ മാർജിൻ വെറും 100 മാത്രമേ ട്രേഡിലോട്ട് ഇറക്കിയിട്ടുള്ളൂ അല്ലേ. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പം GBP USD എടുക്കാം. GBP USD നമ്മൾ ഒരു ലോട്ട് എടുത്തപ്പോൾ നമ്മുടെ മാർജിൻ എത്ര പോയി? $1,317 ആണ് മാർജിനിലോട്ട് ഇറങ്ങിയത്. ഓക്കെ, സോ ഫ്രീ മാർജിൻ 23,600
93 ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഇത് ഞാൻ 1:100 ലിവറേജിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് വേറൊരു കാര്യം, ലിവറേജ് എടുക്കുന്നതിനനുസരിച്ച് ഇത് മാറും. ഓക്കെ, 1:500 ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും മാർജിനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ അത് അനുസരിച്ച് നിങ്ങൾ 1:500 എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എത്രമാത്രം പൈസയാണ് നിങ്ങൾ ഒരു ട്രേഡിൽ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 1:100 ലിവറേജ് ആണ്. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1:500 ആണ് ഞാൻ എടുത്ത് കാണിച്ചത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇനിയിപ്പം ഒരു പിപ്പ് എന്താണെന്നുള്ളൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു പോവാം. ഒരു പിപ്പ് ഒരു ലോട്ട് ഗോൾഡ് നമ്മൾ 4074.10 നമ്മൾ വാങ്ങി. ഓക്കെ, സോ ഇവിടുന്ന് നമ്മൾ വാങ്ങിയിട്ട് എന്ത് സംഭവിച്ചു, നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് 4074.10 വാങ്ങി 4073.174. അപ്പം ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലേ, ഈ സംഖ്യ മാറി നിൽക്കുക. ഇപ്പൊ 4074.10 വാങ്ങി, ഇപ്പൊ 4075 ഓൾമോസ്റ്റ് 22 ആ ഒരു ലെവലായി. അപ്പോൾ ഞാനത് ഹിസ്റ്ററി എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4074.10 വാങ്ങി 4075.28 ഞാൻ വിറ്റത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് $1.18 ആണ് ഞാൻ ഇവിടെ എന്താ പറയുക, ആ ഒരു അത്രയും മൂവ്മെന്റ് ആണ് ഇവിടെ ഉണ്ടായത്. അതിലൂടെ ഒരു ലോട്ട് ഓഫ് ഗോൾഡിനകത്ത് എനിക്ക് $118 എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. ഒരു ലോട്ട് ഗോൾഡ് വാങ്ങാൻ നേരത്ത്, മൂവ്മെന്റ് ഉണ്ടാവാൻ നേരത്ത് എത്രമാത്രം പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, 0.1 ലോട്ട് നിങ്ങൾ വാങ്ങാൻ നേരത്ത് എത്രമാത്രം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഞാൻ ഈ 0.1 ലോട്ടിൽ നമ്മളൊരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടോ താഴോട്ടോ പോകാൻ നേരത്തെ എത്രമാത്രം, അതായത് ഇപ്പം എനിക്ക് ഒരുപാട് സമയം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിത് പെട്ടെന്ന് ചെറിയൊരു ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളൊരു $10 മാറാൻ നേരത്ത് ഒരു ലോട്ടിൽ എത്രമാത്രം എന്താ പറയുക, ഒരു ലോട്ടിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു $10 മുകളിലോട്ട് പോകാൻ നേരത്ത് നിങ്ങൾ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും, $10 താഴോട്ട് പോകാൻ നേരത്ത് നിങ്ങൾ എത്ര ഡോളർ ലോസ് ഉണ്ടാക്കും, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഗോൾഡിൽ എത്രയാണ്, GBP USD എത്രയാണ്, യൂറോ USD എത്രയാണ്, USD JPY എത്രയാണെന്നൊക്കെയുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ 0.1 ലോട്ട് നമുക്ക് എല്ലാവർക്കും $25,000 $50,000 ഒന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ചിലപ്പം ട്രേഡ് ചെയ്യുന്നത് വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും, ചിലപ്പോൾ ഒരു $1,000 അല്ലെങ്കിൽ ഒരു $3,000 ആയിരിക്കും. സോ നിങ്ങൾ എത്രയാണോ റിയൽ മണി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ എത്രയാണോ ഇടാനായിട്ട് പറ്റുന്നത് അതിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു $3,000 ഉള്ള അക്കൗണ്ടിലൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ 0.1 ലോട്ടിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല ഗോൾഡിലൊന്നും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ GBP USD അല്ലെങ്കിൽ യൂറോ USD പോലത്തുള്ള കറൻസീസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ എത്രമാത്രം ലോസ് വരുന്നുണ്ട്, ഇത്രയും ഡോളർ താഴോട്ട് പോകുമ്പോൾ എത്രമാത്രം ലോസ് വരുന്നുണ്ട്, ഇത്രയും ഡോളർ മുകളിലോട്ട് പോകുമ്പോൾ എത്രമാത്രം പ്രോഫിറ്റ് വരുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് എടുത്ത് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ GBPയിലും JPYയിലും ഗോൾഡിലും ഒക്കെ ട്രേഡ് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ട്രേഡ് എടുത്ത് നോക്കുക, എത്രമാത്രം മാർജിൻ ഉണ്ടാവുന്നുണ്ട്, എത്രമാത്രം ഫ്രീ മാർജിൻ ഉണ്ട്, മാർജിൻ ലെവൽസ് എത്ര ആവുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക പ്രോപ്പർലി. ആ ഒരു കണക്ക്, ആ മാത്തമാറ്റിക്സ് എത്രയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, ഓരോ ഇൻസ്ട്രുമെന്റ്സിലും ഓരോ പേയേഴ്സിലും എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. സോ ഇനി നമുക്ക് പിപ്പ് എന്താണെന്നുള്ളൊരു കാര്യം പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും, ഒരു ദിവസം ഇന്ന സാധനം ഇത്രയും പിപ്പിന്റെ മൂവ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഗോൾഡ് ഇത്രയും പിപ്പ് മൂവ്മെന്റ് ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് പിപ്പ്? പിപ്പ് ഈസ് പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റിനെയാണ് പിപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് എ സ്മോളസ്റ്റ് മൂവ്മെന്റ് ഇൻ എ കറൻസി പെയർ. സോ ഒരു സ്മോളസ്റ്റ് മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് the currency pairs 1 pip is equal to 0.0001 ആണ് അതിന്റെ വാല്യൂ, ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വളരെ ചെറിയ മൈന്യൂട്ട് മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ JPY USD JPYയിൽ അല്ലെങ്കിൽ JPY പെയേഴ്സിൽ അത് വ്യത്യാസമുണ്ട്. ഒരു പിപ്പ് ഈസ് ഈക്വൽ ടു 0.01 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ മൂവ്സ് ഫ്രം 1.100
ടു 1.1015 എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ USD 15 പിപ്പിന്റെ മൂവ്മെന്റ് നടത്തി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ 1.1014 അതായത് ഈ എന്താ പറയുക ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഡിജിറ്റ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇത് പിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെറ്റാട്രേഡർ 5 എടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിപ്സ് ഹെൽപ്സ് കാൽക്കുലേറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഈസിലി. ഓക്കെ, പ്രോഫിറ്റും ലോസും ഒക്കെ പെട്ടെന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പിപ്പിലും. സോ നമ്മൾ നേരത്തെ എടുത്ത USDയുടെ ചാർട്ടാണിത്. ഓക്കെ, സോ നമ്മുടെ മെറ്റാട്രേഡർ 5 ആപ്ലിക്കേഷൻ ആണിത്. സോ ഇതിൽ ഇപ്പോൾ നമ്മുടെ GBP USDയുടെ വാല്യൂ വന്നിട്ട് 1.15128 നിൽക്കുന്നത്. ഓക്കെ, സോ 1.15128 നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സോ നമുക്കിപ്പം GBP USD 1.1500 ഇപ്പം നമ്മളാക്കി. ഓക്കെ, നമ്മളാക്കിയില്ല, നമ്മളുടെ ഇത് കൊണ്ടുപോയി 1.1500 നിന്ന് ഈ സംഭവം 1.1510 എത്തിയെന്ന് വിചാരിച്ചോ. ഓക്കെ, 1.1510 എത്തിയെന്ന് വിചാരിച്ചോ. സോ 1.1500 നിന്ന് 1.1510 എത്തിക്കഴിഞ്ഞാൽ 10 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1510. അപ്പൊ ഈ ഇത് കണ്ടോ, ഇതാണ് ഈ 10 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 100 പിപ്പിന്റെ മൂവ്മെന്റ് അല്ല ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ 1.1500 നിന്ന് 1.1600 വരെ എത്തിയാൽ അവിടെയാണ് 100 പിപ്പിന്റെ മൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ 1.1500 നിന്ന് 1.1600 എത്തിയാൽ അവിടെ 100 പിപ്പിന്റെ മൂവ്മെന്റ് യൂറോയിൽ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കുക. സോ 1.1500 നിന്ന് 1.1520 എത്തിയാൽ 20 പിപ്പിന്റെ മൂവ്മെന്റ്, 1.1500 നിന്ന് 1.1520 എത്തിക്കഴിഞ്ഞാൽ 30 പിപ്പിന്റെ മൂവ്മെന്റ്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയുടെ എക്സാമ്പിൾ എടുക്കാം. സോ GBP USD എത്രയാണ് 1.3098 നിൽക്കുന്നു. സോ സപ്പോസ് മാർക്കറ്റ് 1.30030. ഓക്കെ, 3000 അത് അവിടെ പോയിട്ടില്ല. സോ നമുക്കൊരു 4 hour ക്യാൻഡിൽ എടുത്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1.10300 അവിടെ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 30090 ആണ് ഇവിടെ കാണിക്കുന്നത്. സോ 3000 നിന്നും 1.3100 വരെ മാർക്കറ്റ് എത്തിയാൽ, അതായത് ഇവിടെ വരെ മാർക്കറ്റ് എത്തിയാൽ, ഓക്കെ, 100 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ 1.3020 എന്ന് പറയുന്നതിന് എത്തിക്കഴിഞ്ഞാൽ 1.3000 നിന്ന് 1.3010 എത്തിക്കഴിഞ്ഞാൽ 10 പിപ്പിന്റെ മൂവ്മെന്റ്. ഓക്കെ, 1.3000 നിന്ന് 1.3020 എത്തിക്കഴിഞ്ഞാൽ 20 പിപ്പിന്റെ മൂവ്മെന്റ്. സോ ഇതാണ് പിപ്പ് കാൽക്കുലേഷൻ നമ്മളുടെ കറൻസീസിലും എന്താ പറയുക GBP USDയിലും USDയിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ മനസ്സിലാവേണ്ടത് ഇത്രയും പിപ്പിന് ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇപ്പം GBP USD ആയിക്കോട്ടെ USD ആയിക്കോട്ടെ, ഇതിലെല്ലാം നിങ്ങൾ 0.1 ലോട്ടിൽ എടുക്കുമ്പോൾ, ഓക്കെ, സോ ഇത്ര മൂവ്മെന്റ് വരാൻ നേരത്ത് എത്ര പിപ്പ് മൂവ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ഇട്ട് തന്നെ നിങ്ങൾ ട്രേഡ് എടുത്ത് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് പോവാം. ഓക്കെ, സോ ഗോൾഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇപ്പം 4065 നിൽക്കുന്നു. ഇപ്പം 4065 നിന്ന് നമുക്ക് മാർക്കറ്റ്, ഓക്കെ, 4000 ഞാൻ താഴെ പോയപ്പം നമുക്ക് താഴെ പോയപ്പം 3066 വരെ എത്തി. സോ നമുക്ക് 4000 എന്നുള്ളൊരു പോയിന്റ് ആയിട്ട് എടുക്കാം. 4000. ഓക്കെ, സോ 4000 മാർക്കറ്റ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. 4000 തൊട്ട് 4000 നിന്ന് 4010 എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ 100 പിപ്പിന്റെ മൂവ്മെന്റ് നടന്നത്. ഓക്കെ, 100 പിപ്പിന്റെ മൂവ്മെന്റ്. 4020 മൂവ് ചെയ്താലോ 200 പിപ്പിന്റെ. 4000 നിന്ന് 4100 വരെ പോയി കഴിഞ്ഞാൽ എന്താവും? 1000 പിപ്പിന്റെ മൂവ്മെന്റ് ആയിരിക്കും നടക്കുക. ഓക്കെ, 1000 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ഗോൾഡിൽ നടക്കുന്നത്. 4000 നിന്ന് 4100 വരെ പോയാൽ 1000 പിപ്പിന്റെ മൂവ്മെന്റ്സ് ആണ് അവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കാം.
ഓക്കെ, സോ ഇതാണ് ബേസിക്കലി പിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ആൾക്കാരും ഡെമോ അക്കൗണ്ട്, നമ്മൾ ഓൾറെഡി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഡെമോ അക്കൗണ്ടിൽ ചെയ്ത് എന്താ പറയുക, നമ്മൾ എന്താണ് ഈ പിപ്പ് എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. സോ GBP USD ആയിക്കോട്ടെ, യൂറോ USD ആയിക്കോട്ടെ, ഇതിലെല്ലാം, അല്ലെങ്കിൽ എന്താ പറയുക XAU USD ഗോൾഡ് ആയിക്കോട്ടെ, സോ ഇതിലൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന പിപ്പിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടുകളിൽ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം. ഓക്കെ, എന്നിട്ട് എത്രമാത്രം ഇപ്പം ഇത്രയും, അതും ഓരോ ലോട്ടിൽ ഇപ്പം എത്രയാണ്, ബേസിക്കലി ആ പിപ്പ് കാൽക്കുലേഷൻ ആയിരിക്കണം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ആയിരിക്കരുത്. ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത് പ്രോഫിറ്റ് ആയിരിക്കരുത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമ്മളൊരു ട്രേഡറായിട്ട് മാറത്തുള്ളൂ. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് $500 ഉള്ളെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ ലോട്ടായിരിക്കും എടുക്കാൻ പറയുന്നത്. 0.01 ലോട്ടായിരിക്കും ഗോൾഡിൽ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 0.01 ലോട്ട് വെച്ച് നമ്മൾ ഒരു മാസം നമുക്ക് ചിലപ്പം എത്രയാണ്, ചിലപ്പം ഒരു $50 പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു $100 പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, സോ 0.1 ലോട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ $5000 വേണം അല്ലേ. സോ $5000 വെച്ചിട്ട് ഒരാൾ ചിലപ്പം ഒരു മാസം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ $500 ആയിരിക്കും. മനസ്സിലായില്ലേ? $500 വെച്ചിട്ട് ഒരാൾ ചിലപ്പം 0.01 ലോട്ടിൽ ഉണ്ടാക്കുന്ന $50 ആയിരിക്കും. ചിലപ്പോൾ $50,000 വെച്ചിട്ട് ഒരാൾ ചിലപ്പോൾ ഒരു മാസം ഉണ്ടാക്കുന്നത് $5000 ആയിരിക്കും അല്ലേ. സോ ഇങ്ങനെ 3 പേര് ട്രേഡ് ചെയ്താലും ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർഷം ഈ പറയുന്ന 10% വെച്ചിട്ട് ഇവർക്ക് 3 പേർക്കും ഉണ്ടാക്കാൻ പറ്റിയാലും ഇവർ 3 പേരും ഒരേ റേഞ്ചിലുള്ള ട്രേഡർ ആണെന്ന് മനസ്സിലാക്കണം. പക്ഷെ $500 ഇട്ടവൻ $50 ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുണ്ടാക്കുന്ന പൈസയിലല്ല നോക്കേണ്ടത്, അവരുണ്ടാക്കുന്ന ഈ പിപ്പ് മൂവ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ട്രേഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്ക് 3 പേർക്കും സെയിം ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇടുന്നത് 50,000 ഉണ്ടാക്കി നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ പിപ്പ് കാൽക്കുലേഷൻ ചെയ്യുന്നതിലൂടെ ബേസിക്കലി നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മളൊരു ട്രേഡർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, ആ പിപ്പ് എത്രമാത്രം എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര പിപ്പ് ടേക്ക് പ്രോഫിറ്റ് വെക്കണം, ഓക്കെ, എത്ര പിപ്പ് സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര പിപ്പ് ടേക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുള്ളതിനകത്താണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകേണ്ടത് എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇനി ഞാൻ ഗോൾഡിൽ ഫോളോ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സ്ട്രാറ്റജി ഒന്നുമല്ല, ഈ റൂള് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. ഓക്കെ, സോ ഈവൻ ഇപ്പം ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാനും ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്കിത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പാടായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അത് ഡിസിപ്ലിൻ ഉണ്ടായാൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ട്രേഡറായി മാറാൻ പറ്റും കേട്ടോ. സോ എന്നെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഞാനിത് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ചിലപ്പോൾ ഒക്കെ നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഞാനും എന്താ പറയുക, ഇമോഷണലി എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഇമോഷൻസ് ഉള്ള ആൾ തന്നെയാണ്. ഉറപ്പായിട്ടും എന്താ പറയുക, ഈ റൂള് ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റിക്കാറുമുണ്ട്. അത് നമ്മൾ കുറെ കാലമായിട്ട് ഇപ്പൊ തെറ്റിക്കുന്നില്ല കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ കുറെ കാലമായിട്ട് ഇപ്പൊ ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യാറില്ല. മനസ്സമാധാനം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടിട്ട് ഞാൻ ഗോൾഡിൽ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യില്ല. അത് അത്രമാത്രം മൂവ്മെന്റ് ആണ്, നമുക്ക് എവിടെയും പിടി കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ ഗോൾഡിൽ എടുക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് lose more than 20% of your equity even if you are losing 4 trades in a row. നിങ്ങൾ അടുപ്പിച്ച് 4 ട്രേഡ്സ് നിങ്ങൾ ലൂസ് ആയാൽ പോലും നിങ്ങളുടെ 20 മാക്സിമം കേട്ടോ 10% ഓഫ് ഇക്വിറ്റി എന്നാണ് ആക്ച്വലി എനിക്ക് പറയാനിരുന്നത്. പക്ഷേ മാക്സിമം നിങ്ങളൊരു 20% കൂടുതൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഇക്വിറ്റിയിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ $5,000 അക്കൗണ്ടിലാണ് നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗോൾഡിൽ ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് ഞാൻ മിനിമം $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ഞാൻ ആ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടാവും 1%
കൂടുതൽ റിസ്ക് എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ബേസിക്കലി ഇപ്പോൾ ഗോൾഡിന്റെ മൂവ്മെന്റ് അത്രയും വൈൽഡ് ആയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. സോ ഗോൾഡിന്റെ മൂവ്മെന്റ് നമുക്കിപ്പം ഒരു ഒറ്റ സെക്കൻഡ് അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് കാൻഡിൽസ് ഒക്കെ എടുത്താൽ പോലും ചിലപ്പോൾ $10 $15 ഒക്കെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ട്രേഡിൽ മാക്സിമം 5% വരെ നമുക്ക് റിസ്ക് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യാം, സോ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്, 1% ആണ് റിസ്ക് ചെയ്യണം എന്നുള്ളത് കേട്ടിട്ടുള്ളത് അല്ലേ. സോ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $5 വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെ ആണെങ്കിൽ $5000 അക്കൗണ്ടിൽ നമ്മൾ വെറും $5 അല്ലെങ്കിൽ 50 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ വെറും 1% മാത്രമേ റിസ്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് പ്രോപ്പർലി ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണം. ഗോൾഡിന്റെ കാര്യത്തിനകത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഗോൾഡിനകത്ത് പ്രോപ്പർലി ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ മിനിമം ഒരു $20 to $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. സോ നമ്മൾ ഒരു ഗോൾഡിന്റെ ഒരു ട്രേഡിൽ നമുക്ക് അങ്ങനെ വെച്ചാൽ 0.1 ലോട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ട്രേഡില് നമ്മളുടെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $250 ആയിരിക്കും. ഓക്കെ, സോ $250 അങ്ങനെ 4 ട്രേഡ് നമുക്ക് അടുപ്പിച്ച് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോസ് എത്ര വരും, $1000 വരും. സോ $5000 അക്കൗണ്ടിൽ $1000 ലോസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20% ഓഫ് ദ ഇക്വിറ്റി ആണ് നമ്മൾ ലൂസ് ചെയ്ത് കളയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ സോ ഫോർ എ ബിഗിനർ അല്ലെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ അറിയാത്ത ഒരാളാണ് എങ്കിൽ ഉറപ്പായിട്ടും ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക. ബിഗിനർ അല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു റൂള് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ലോങ്ങർ ടേമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും റിസ്ക് ടു റിവാർഡ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ടു ടേക്ക് പ്രോഫിറ്റ് ചെയ്യുക. സോ $25 ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ $37.5 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കുക. $30 ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ $45 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കുക. അതായത് 300 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 450 പിപ്പിന്റെ ടേക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞു പോയ ഏറ്റവും വലിയൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പക്ക റൂളാണ്. ആ റൂൾ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ലോങ്ങർ ടേമിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഇതിൽ വേറൊരു കാര്യം ഞാൻ എല്ലാ ആൾക്കാരുടെ അടുത്തും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തിനാണ് ഗോൾഡിൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്? എല്ലാവരുടെയും ഉത്തരം ഗോൾഡിൽ വലിയ മൂവ്മെന്റ് ഉണ്ട്, വലിയ മൂവ്മെന്റിലൂടെ നമുക്ക് വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സോ മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഗോൾഡിൽ തന്നെ മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു $45 അല്ലെങ്കിൽ $35 ഒന്നും വരെ ടേക്ക് പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാറില്ല. ഒരു 90% ആൾക്കാരും കേട്ടോ, 90% ആൾക്കാരും നമ്മുടെ ഇമോഷൻ നമ്മൾ ചിലപ്പം അനുവദിക്കത്തില്ല. നമ്മളൊരു $10 പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് എടുത്ത് മാറും. ഓക്കെ, പ്രോഫിറ്റ് എടുത്ത് മാറും. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡിന്റെ ഒരു ദിവസത്തെ ആവറേജ് മൂവ്മെന്റ്, ഇപ്പോഴത്തെ മൂവ്മെന്റ് അല്ല, ഒരു ആവറേജ് രീതിയിൽ ഗോൾഡ് വീണ്ടും ഒന്ന് ശാന്തനായി കഴിഞ്ഞാൽ നമുക്ക് ഒരു $45 to $60 ഒക്കെ അടുത്തൊക്കെ ആയിട്ട് വരും. അത് 3 മാസം മുന്നേ ഒക്കെ അത്രയൊക്കെ മാക്സിമം മൂവ്മെന്റ് ഒരു ദിവസം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, $70-80 ഒക്കെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, $100 മുകളിലുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനത്തുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. വളരെ വലിയ ന്യൂസുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ പറയുക, റഷ്യ-ഉക്രൈൻ വാറിന്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഹമാസ്-ഇസ്രായേൽ വാറിന്റെ സമയത്ത് ആ ഒരു ദിവസമൊക്കെ വലിയ $100 ഒക്കെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വല്ലപ്പോഴും നടക്കുന്നൊരു കാര്യം. പക്ഷെ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെയിലി ക്യാൻഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ ഒന്നുണ്ടാവും. ഇത് ഇന്നത്തെ ക്യാൻഡിലാണെന്നറിയാം, ഇത് ഒക്ടോബർ 21 ക്യാൻഡിലാണ്. ഓക്കെ, 4365 നിന്ന് അന്ന് ഒറ്റ ദിവസം കൊണ്ട് മൂവ്മെന്റ് ഉണ്ടായത് 4078 പോയി. ഓൾമോസ്റ്റ് 300 മൂവ്മെന്റ്, അതായത് 3000 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് ഒരു ദിവസം നടന്നത്. ഓക്കെ, സോ $300 മൂവ്മെന്റ് ആണ് ഒരു ദിവസം നടന്നത്. തൊട്ട് പിറ്റേ ദിവസം 4154 വരെ മാർക്കറ്റ് പോയിട്ട് 4000 വരെ പോയിട്ടുണ്ട്. 1500 പിപ്പിന്റെ മൂവ്മെന്റ് പിറ്റേ ദിവസം നടന്നു. സോ വലിയ മൂവ്മെന്റുകളാണ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്നത്. സോ ഗോൾഡ് ഒന്ന് ശാന്തനായി കഴിഞ്ഞാൽ ഒരു 45 to 60 ഡോളേഴ്സിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ 450 to 600 പിപ്സിന്റെ മൂവ്മെന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ GBP എടുക്കാം, അല്ലെങ്കിൽ USD JPY എടുക്കാം. JPYയുടെ ഒക്കെ ഒരു ദിവസത്തെ മൂവ്മെന്റ് മാക്സിമം 150 to 200 പിപ്സിന്റെ മൂവ്മെന്റ് ആണ്. സോ GBP എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 50 to 100 പിപ്സിന്റെ മൂവ്മെന്റ് ആണ് ഒരു ദിവസം ഉണ്ടാവുക. യൂറോ എടുത്തു കഴിഞ്ഞാൽ 50 to 100 പിപ്സിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ മാക്സിമം 150 പിപ്സിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഗോൾഡിന്റെ 3-1, 4-1, 5-1 മൂവ്മെന്റ് ഒക്കെ ഉള്ളൂ ഈ ഒരു കറൻസി പെയറിനകത്തൊക്കെ ഉള്ളത്.
ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഗോൾഡ് $5,000 അക്കൗണ്ടിൽ 0.1 ലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് USD JPY അല്ലെങ്കിൽ യൂറോ USD അല്ലെങ്കിൽ GBP USD 0.3 വരെ എടുക്കാം. ഓക്കെ, സോ ഗോൾഡിനകത്ത് നമുക്ക് 0.1 ലോട്ടിൽ നമുക്കൊരു $15 മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ $150 ആയിരിക്കും അവിടെ പ്രോഫിറ്റ് എങ്കിൽ GBP USD നമ്മൾ 0.3 ലോട്ട് എടുത്ത് $5 മൂവ്മെന്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ $150 പ്രോഫിറ്റ് കിട്ടും അല്ലെ. യൂറോയിൽ നമുക്ക് $5 മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 0.3 ലോട്ടിലാണെങ്കിൽ നമുക്ക് $150 പ്രോഫിറ്റ് കിട്ടും. ഇത് അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മൾ എപ്പോൾ ചെയ്താലും സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് നമുക്കൊരു റേഷ്യോയിൽ 1:1.5 റേഷ്യോയിൽ തന്നെ പോകണം. അതൊരു ഗോൾഡൻ റൂൾ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. ഞാൻ ആ ഒരു പൈസയുടെ കണക്കിൽ പറഞ്ഞതാണ് ഇമോഷൻ കൺട്രോൾ. ഇപ്പൊ നമ്മൾ എന്തായാലും മിക്ക 90% ആൾക്കാരും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെക്കുന്നില്ല, സ്റ്റോപ്പ് ലോസ് വെച്ചാലും ടേക്ക് പ്രോഫിറ്റ് വെക്കത്തില്ല. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് എന്ത്, ഇങ്ങനെയും അതായത് ഗോൾഡിൽ 0.1 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു 3 ഇരട്ടി ലോട്ടെങ്കിലും നമുക്ക് കറൻസി ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം അതിന്റെ മൂവ്മെന്റ് 3-1, 4-1, 5-1 ഉള്ളൂ. അത്രയും പോലും ഇല്ല മൂവ്മെന്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഗോൾഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ് എങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കറൻസീസിലോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ പ്രോഫിറ്റുകൾ ഉണ്ടാക്കി ലോസുകൾ വലിയ രീതിയിൽ നമുക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ എനിക്ക് നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ 6ാമത്തെ വീഡിയോ ആണ് ഇവിടെ നടന്നത്. ഇതിനകത്ത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും. ആ റൂള് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 100% നമുക്ക് നല്ലൊരു ട്രേഡറായി മാറാം. നല്ലൊരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം $10,000 കൊണ്ടിട്ട് $10,000 ഉണ്ടാക്കുന്ന ആളല്ല നല്ലൊരു ട്രേഡർ എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം ഒരു $10,000 ഉണ്ടെങ്കിൽ എല്ലാ മാസവും $1,000 വെച്ച് ഉണ്ടാക്കുന്ന ആളാണ്. 12 മാസവും നമുക്ക് $1,000 അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമുക്കൊരു $12,000 എങ്കിലും അല്ലെങ്കിൽ ഒരു $10,000 എങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ആക്ച്വലി നല്ലൊരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എല്ലാ മാസവും നമുക്കൊരു 10% വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നല്ലൊരു ട്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മളൊരു $100 കൊണ്ട് $500 ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് വലിയ റിസ്ക് നമ്മൾ എടുത്തു എന്നുള്ളതാണ് അതിന്റെ മീനിങ് അല്ലെ. സോ ബേസിക്കലി എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ബേസിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആസ് എ ട്രേഡർ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്ത് പരിശീലിച്ച് പോവുകയും ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യാം, പൈസയൊന്നും പോകത്തില്ല, ഡെമോ അക്കൗണ്ടാണ്. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ പ്രോപ്പർലി സ്റ്റോപ്പ് ലോസ് വെക്കുക. അതിന് അനുബന്ധികമായിട്ടുള്ള ഒരു റേഷ്യോയിൽ 1:1.5 അല്ലെങ്കിൽ 1:2 റേഷ്യോ 1:3 റേഷ്യോയിലൊക്കെ റിസ്ക് ടു റിവാർഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസത്തെയും എൻ്റെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. കൂടുതൽ ഫീഡ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവണം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറേ കാലം ഒരുമിച്ച് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.